ആഴ്ചപ്പാട്, അതെ, കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അടുത്ത കാലത്ത് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വാക്കാണ് ഭരണഘടന. ഭരണഘടന ഏതെല്ലാം തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് ഒരു ശരാശരി പൗരന് നൽകുന്നത്? അതിൽ സഞ്ചാര സ്വാതന്ത്ര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കുക എന്നുള്ളത് ചില ആളുകളുടെ ഹോബിയായി മാറിയിരിക്കുകയാണ്. വാളറ മുതൽ നേര്യമംഗലം വരെ, തിരിച്ചു പറഞ്ഞാൽ നേര്യമംഗലം തൊട്ട് വാളറ വരെയുള്ള 14.5 കിലോമീറ്റർ ദേശീയപാത ഇപ്പോഴും വിവാദങ്ങൾക്ക് നടുവിലാണ്. എന്താണ് ഈ വിവാദങ്ങളിൽ നിന്നും ചില രാഷ്ട്രീയ കക്ഷികൾ പിന്മാറി നിന്നത്? അതിൻ്റെ ന്യായാന്യായങ്ങൾ എന്തൊക്കെ? ഇന്നത്തെ ചർച്ച അതുമായി ബന്ധപ്പെട്ട്. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ അടിമാലി ഏരിയ സെക്രട്ടറി ശ്രീ ചാണ്ടി പി അലക്സാണ്ടർ. സ്വാഗതം സാർ. സാർ, NH85 ദേശീയപാത 85 ആയി ബന്ധപ്പെട്ട് വീണ്ടും വിവാദങ്ങൾ മുറുകുകയാണ്. 31-ാം തീയതി ഒരു സമര പരിപാടി ഉണ്ടായിരുന്നു. അതിനുശേഷമാകട്ടെ ഹൈക്കോടതി അതിനെ ഗൗരവമായി കാണുന്നതെന്നാണ് ഇന്നലത്തെ ചില പരാമർശങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. ഈ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് സാധാരണ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാടുള്ളതായി അറിയുന്നു. എന്താണത്? വ്യത്യസ്തമായ നിലപാട് എന്ന് പറയുന്നത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നത്തിൽ നന്നായി ഇടപെട്ട ഒരു പാർട്ടിയാണ് CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും. ഇവിടെ നാം കാണേണ്ടത്, MN ജയേന്ദ്രൻ കോടതിയിൽ പോയി അതിനു മുമ്പ്, അതായത് നമ്മുടെ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആദ്യം ഇവിടെ പൂർണ്ണമായി ജോലി ആരംഭിച്ചിരുന്നില്ല. കുണ്ടന്നൂർ മുതൽ തുടങ്ങിയ ജോലി മറ്റെല്ലാ മേഖലയിലും തുടങ്ങിയപ്പോഴും നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്ത് നിർമ്മാണം തുടങ്ങിയിരുന്നില്ല. നിലവിൽ ആദ്യത്തെ സാഹചര്യത്തിൽ അവിടെ വീതി കൂട്ടി പണിയാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഇങ്ങനെയൊക്കെ സാഹചര്യത്തിലാണ് കേരള ഹൈക്കോടതിയിൽ ഒരു പൊതുതാൽപര്യ ഹർജി വരികയും ആ ഹർജി തീർപ്പാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞു, അതായത് 100 അടി വീതി PW റോഡും അതിൻ്റെ ഇരുവശം റവന്യൂ പുറമ്പോക്ക് എന്ന നിലയിൽ അവിടെ വനം വകുപ്പിന് അവകാശമില്ല എന്ന നിലയിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നു. ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവികമായി വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതൊരു തിരിച്ചടിയാണ്. ഹൈക്കോടതിയിൽ വനം വകുപ്പ് ഇത് വനമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമം നടത്തിയതാണ്. അപ്പോൾ അതിനെതിരെയുള്ള വിധി വന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായി വനം വകുപ്പ് ഇതിൻ്റെ ഭാഗമായി പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതിയിൽ പോകും എന്ന കാര്യം എല്ലാവർക്കും ഉറപ്പായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഞങ്ങളിവിടെ എല്ലാവരും കൂടി ആലോചിച്ച് ബഹുമാനപ്പെട്ട നമ്മുടെ CPM ജില്ലാ സെക്രട്ടറി സഖാവ് CV വർഗീസ് അടക്കം ഇവിടെ വന്ന് കൂടിയാലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടി തീരുമാനിച്ചു. അത് 2024 സെപ്റ്റംബർ 2 അല്ലേ? അതെ. മുഖ്യമന്ത്രിയെ മാത്രമല്ല, ഞങ്ങൾ വനം വകുപ്പ് മന്ത്രിയെ കണ്ടു, ചീഫ് സെക്രട്ടറിയെ കണ്ടു, മുഖ്യമന്ത്രിയെ കണ്ടു. വനം വകുപ്പ് മന്ത്രിയെ കണ്ടപ്പോൾ തന്നെ വനം വകുപ്പ് മേധാവികളെ അവിടെ വിളിച്ചു വരുത്തി ഒരു പ്രാഥമിക ചർച്ച നടത്തി. അതിനെ തുടർന്ന് നമ്മൾ മുഖ്യമന്ത്രിയെ കണ്ടു. മുഖ്യമന്ത്രിയെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് എന്ന് പറയുന്നത് വളരെ അനുകൂലമായ നിലപാടാണ്. അദ്ദേഹമാണ് ഈ റോഡ് നിലവിലുള്ള ഈ വീതിയിൽ പണിയാൻ അനുവാദം നൽകുന്നതിന് വേണ്ടി ഇടപെട്ട ആള് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം നേരെ ചീഫ് സെക്രട്ടറിയെ കാണാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞങ്ങൾ പോകുമ്പോൾ നമ്മുടെ LDF ജില്ലാ നേതൃത്വം, അതുപോലെ മണിയാശാൻ MLA ഉൾപ്പെടെയുള്ള രാജ MLA, ഇവിടെ നിന്ന് നമ്മുടെ ജില്ലാ നേതൃത്വം LDF-ന്റെ CV വർഗീസ് ഉണ്ടായിരുന്നു, സലിംകുമാറുണ്ട്, പിന്നെ ജോസ് പാലത്തിനാല്, കൂവപ്പിളാക്കിൽ അടക്കമുള്ള എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അതിനകത്തൊരു രാഷ്ട്രീയ പക്ഷപാതമൊന്നുമില്ല. ഇവിടെ നിന്നും ഇവിടെ മർച്ചന്റ് അസോസിയേഷൻ പ്രതിനിധികൾ, ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ ഒന്നിച്ചാണ് തിരുവനന്തപുരത്ത് പോയി കണ്ടത്. മുഖ്യമന്ത്രി അത് ചീഫ് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചു. ചീഫ് സെക്രട്ടറി ഞങ്ങളൊരു 5 മണി സമയത്താണ് കാണുന്നത്. അപ്പോൾ ചീഫ് സെക്രട്ടറി പറഞ്ഞു, ഒരു കാരണവശാൽ നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല, ഈ കാര്യത്തിൽ പുനഃപരിശോധനാ ഹർജി എന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ചീഫ് സെക്രട്ടറി ഉന്നതതല യോഗം വിളിച്ചു. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി, ഫോറസ്റ്റ് CCF-മാർ, പ്രിൻസിപ്പൽ സെക്രട്ടറി, പിന്നെ പൊതുമരാമത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി. ഈ ഉന്നതതല യോഗത്തിൽ ഗവൺമെൻറ്റിന് ഇത് പുനഃപരിശോധന ഹർജിക്ക് പോകേണ്ടതില്ല, നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം തുടങ്ങണം എന്നാണ്
ഇതിന്റെ ആവശ്യം എന്ന നിലയിൽ വനം വകുപ്പിനെ അറിയിച്ചു. വനം വകുപ്പിനെ അറിയിച്ചു. ഇത് ഗവൺമെന്റ് തീരുമാനമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഒരു യോഗം നടത്തിയാണ് മിനിസ്റ്ററുടെ. തൃപ്തിയോടെ അല്ലെങ്കിലും വനം വകുപ്പ് അത് അംഗീകരിക്കേണ്ടി വന്നു. അംഗീകരിച്ചു. തീർച്ചയായിട്ടും വനം വകുപ്പിന് അംഗീകരിക്കേണ്ടി വന്നു. കാരണം ഗവൺമെന്റ് തീരുമാനമാണ്. ഗവൺമെന്റ് തീരുമാനം. അപ്പോൾ തന്നെ ചീഫ് സെക്രട്ടറി എന്നെ ബന്ധപ്പെട്ട് NHAയോട് പറഞ്ഞു, നിങ്ങൾ ഉടൻ തന്നെ നിർമ്മാണം ആരംഭിച്ചോളാൻ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കു പറഞ്ഞാൽ നാഷണൽ ഹൈവേയുടെ നിർമ്മാണം നേരുമംഗലം മുതൽ ഇന്നത്തെ നിലയിൽ 10 മീറ്റർ വീതിയും 2 മീറ്റർ ഓടയും അടക്കം എല്ലാ സ്ഥലത്തുമുള്ള വീതിയിൽ പണിയാൻ അനുവാദം നൽകിയത് കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം ഈ ഗവൺമെന്റാണ് നിലപാട് സ്വീകരിച്ചത്. അതെ, ആ കാര്യത്തിലാണല്ലോ പിന്നീട് ഈ MN ജയന്തന്റെ ഒരു സത്യവാങ്മൂലവും ഹർജിയും ഒക്കെ മൂലം അത് വീണ്ടും തടസ്സപ്പെട്ടത്. അതിന്റെ പിന്നിൽ എന്ത് രഹസ്യം? MN ജയേന്ദ്രൻ എന്ന് പറയുന്ന ആള് BJPയുടെ മുൻ ജില്ലാ പ്രസിഡന്റും BJPയുടെ തന്നെ പരിസ്ഥിതി സംഘടനയുടെ സംസ്ഥാന സെല്ലിന്റെ കൺവീനറുമാണ് അദ്ദേഹം ഇവിടെ പാർലമെന്റിലേക്കൊക്കെ BJPക്ക് വേണ്ടി മത്സരിച്ച സ്ഥാനാർത്ഥി. അതെ, പാർലമെന്റ് മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ട് ഈ കാര്യത്തിൽ. അത് നമുക്ക് സ്പഷ്ടമായിട്ട് അറിയാം. അപ്പൊ ഈ അദ്ദേഹത്തിന്റെ ഹർജി കോടതിയിൽ വന്ന സമയത്ത് സ്വാഭാവികമായി കോടതിയിൽ ഹാജരായത് എന്ന് പറയുന്നത് വനം അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. നമ്മുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് വനം വകുപ്പിന്റെ മേധാവി കൂടിയാണ് അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ഈ വനം വകുപ്പിന് മറ്റാരും ഹാജരാകാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയതായിരിക്കും. അല്ല, വനം വകുപ്പിന്റെ ഹർജി എന്ന നിലയിലായിരിക്കും അദ്ദേഹം ഹാജരായത്. സ്വാഭാവികം മുഖ്യമന്ത്രി സ്ഥലത്തില്ല ആ സമയത്ത്. അദ്ദേഹം ഹാജരാകാൻ വേണ്ടി വനം വകുപ്പിന്റെ കേസ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന നാഗരാജൻ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റാണ് വനവകുപ്പിന്റെ. സ്വാഭാവികമായി വേറെ ആരും ആക്ഷേപം ഉന്നയിച്ചില്ല. ഇദ്ദേഹം ഈ വാദം നടത്തിയിട്ട് സ്വാഭാവികമായി കോടതി ഇത് തടഞ്ഞില്ല. അല്ല, അതാണ് ഇത് വനമാണോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം വനമാണെന്ന് ഉത്തരം പറഞ്ഞു. വനമാണെന്ന് ഉത്തരം പറഞ്ഞത്. അപ്പൊ അത് ഈ റോഡ് ഉൾപ്പെടെയായിരിക്കും കോടതി പരിഗണിച്ചത്. ബഹുമാനപ്പെട്ട കോടതിക്ക് അതായത് ഈ നാഷണൽ 85 എന്ന് പറയുന്നത് വനമാണ് എന്ന് ഒരു തോന്നൽ ഉണ്ടാക്കിയോ കോടതി? അതിന് ഒരു കാരണം ഇപ്പൊ ഒന്ന്, ഇതേ കോടതി തന്നെ ഡിവിഷൻ ബെഞ്ച് ഇതിനു മുമ്പ് വിധിച്ചേക്കാണ് 100 അടി PWD റോഡാണെന്നും ക്ലിയർ. അത് നമ്മുടെ വിദ്യാർത്ഥി കൊടുത്ത പൊതു താല്പര്യ ഹർജിയിൽ കിരൺ സിജുവിന്റെ ഹർജിയിൽ വിധിച്ചേക്കാണ്. അതായത് ഇത് പൊതുമരാമത്ത് റോഡാണ്, 100 അടി വീതി ഉണ്ടെന്നും അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അതിന്റെ പുറമ്പോക്കുകൾ എന്ന് പറയുന്നത് റവന്യൂ പുറമ്പോക്കാണെന്നും പറഞ്ഞ കൃത്യമായ വിധിയാണ്. ഞാൻ അങ്ങോട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ 1895 തിരുവിതാംകൂർ സർക്കാരിന്റെ കാലത്താണല്ലോ ഈ റിസർവ് ഫോറസ്റ്റ് ആയിട്ട് മലയാറ്റൂർ റിസർവ് ഫോറസ്റ്റ് അല്ലെങ്കിൽ ഇടയാർ ഫോറസ്റ്റ് ഒക്കെ ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. അതിന് 1938 2775 ഏക്കർ ഭൂമി ഈ കാർഷിക ആവശ്യത്തിന് കൊടുക്കാനും ഒപ്പം തന്നെ ഈ റോഡ് 100 അടി വീതിക്ക് നടക്കുന്ന നോക്കിയാൽ 50 അങ്ങോട്ടും 50 ഇങ്ങോട്ടും ആയിട്ട് വിജ്ഞാപനം ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അതിന് ഈ സർക്കാരിന് അതിന് ഈ പറയുന്ന വനം വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയോ മറ്റാരെങ്കിലുമോ അല്ലെങ്കിൽ അന്ന് ഹാജരായ അഡ്വക്കേറ്റ് ജനറലോ ആരെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ? അതെ, 32 നമ്മുടെ ഇത് PWD 100 അടി വീതി, റോഡിന് 100 അടി വീതി. അത് 21/1/1932 ഇത് തിരുവിതാംകൂർ സർക്കാർ 500/32 നമ്പറിൽ തിരുവിതാംകൂർ ഉത്തരവാണ്. 1885 ഉത്തരവ്. മൂന്നാർ ആലുവ റോഡിന്റെ ഇരുവശങ്ങളിലുള്ള മന്നാങ്കണ്ടം താഴ്വാരത്തിലെ ABCD എന്നിങ്ങനെ 4 ബ്ലോക്കുകളിലായി 2775.94 ഏക്കർ ഒഴിവാക്കി 1838 തിരുവിതാംകൂർ ഫോറസ്റ്റ് റെഗുലേഷൻ ആക്ട് വകുപ്പ് 20 പ്രകാരമാണ് 38 ഡി റിസർവ് ചെയ്തു എന്ന് വനം വകുപ്പിന് അറിഞ്ഞുകൂടെ? അറിയാം. എന്തായാലും അവരിങ്ങനെ ഈ കാര്യത്തിൽ പിന്നെ കോടതിയെ തെറ്റായി ബോധിപ്പിക്കുന്നത്? അതെന്താ കാര്യം എന്ന് വെച്ചാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, ഒന്ന് 1980 വനനിയമം വന്നു. ഈ വനനിയമം വരുന്നതുവരെ വനം നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിൽ നിക്ഷിപ്തമായിരുന്നു. വലിയ അധികാരം ഗവൺമെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ 1980 വനനിയമത്തിന് ശേഷം കേരള സംസ്ഥാന ഗവൺമെന്റുകളുടെ അധികാരം പരിമിതപ്പെട്ടു. അത് സത്യമാണ്. അങ്ങ് പറയുന്ന സ്റ്റേറ്റ് ആദ്യം കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട് കൺകറന്റ് ലിസ്റ്റിൽപ്പെടുത്തി. അപ്പൊ സ്വാഭാവികമായി നമ്മുടെ അധികാരം നഷ്ടപ്പെട്ടു. അപ്പൊ വനത്തിനകത്ത് നമുക്ക് ആധികാരികമായി ഇടപെടുന്നതിൽ ഒട്ടേറെ പരിമിതികൾ വന്നു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ, ഇവിടെ ചില ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. 1972 അന്നാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച് ആദ്യത്തെ ഒരു അന്തർദേശീയ സമ്മേളനം സ്റ്റോക്ക്ഹോമിൽ ചേർന്നു. ആ സ്റ്റോക്ക്ഹോം സമ്മേളനത്തിലാണ് ഇത് സംബന്ധിച്ച ഒരു തീരുമാനം എടുക്കുകയും നമ്മുടെ പെരിയാർ കടുവ സങ്കേതം
അതായത് ഒരു കടുവയ്ക്ക് സഞ്ചരിക്കാൻ ഇത്ര ഹെക്ടർ സ്ഥലം എന്നുള്ള കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ സ്ഥലം എന്ന നിലയിൽ നിജപ്പെടുത്തിക്കൊണ്ടുള്ള കടുവാ സങ്കേതം ആരംഭിക്കാൻ തുടക്കമിട്ടത്. അപ്പൊ ഇതിനകത്തൊരു അന്താരാഷ്ട്ര പിടിമുറുക്ക് ഈ വനത്തിനകത്ത് വന്നു തുടങ്ങിയത് തന്നെ ഒരു പ്രശ്നമായി വന്നിട്ടുണ്ട്. സ്വാഭാവികമായി സ്വാഭാവികമായിട്ട് ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ചർച്ചയാവുകയും ലോകത്താകെ തന്നെ ഈ പൈതൃക സ്വത്തുക്കൾ പോലുള്ള നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ പോലുള്ള മലനിരകളുടെ സവിശേഷതകൾ കാലാവസ്ഥയിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങളൊക്കെ കൂടുതൽ ചർച്ചയായി. അതെ അതെ അതേ ഘട്ടത്തിൽ തന്നെ അപ്പൊ തന്നെ ആ കൂട്ടത്തിൽ ഇപ്പൊ 86 വന്യജീവി നിയമം കൊണ്ടുവന്നു. അപ്പൊ വീണ്ടും വീണ്ടും മുറുക്കി. അപ്പൊ 80 വന നിയമം 86 വന്യജീവി നിയമം സംസ്ഥാനത്തിന്റെ അധികാരങ്ങൾ കുറേശ്ശെ അതിൽ കുറഞ്ഞു വന്നു. അപ്പൊ പൂർണ്ണമായി സെൻട്രൽ ഗവൺമെന്റ് പിടിമുറുക്കുന്ന ഒരു സ്ഥിതിവിശേഷം വന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണല്ലോ. ഞാൻ പറയുന്ന അതിന്റെ യാഥാർത്ഥ്യത്തിന്റെ ഏറ്റവും വലിയ തെളിവെന്താ, ഇവിടെ നമ്മൾ 293 മരം മുറിക്കാൻ ഉത്തരവിട്ടു. മരം മുറിക്കാൻ ഉത്തരവിട്ടിട്ട് ഇത് ആദ്യ ഹൈക്കോടതിയിലെ വിധി വരികയാണ്. ഇത് PWD റോഡാണ്, ഇവിടെ വേറെ ആർക്കും വനത്തിന് അവകാശം ഇല്ലാന്ന് കൃത്യമായ വിധിയാണ് വന്നത്. യാത്രയ്ക്ക് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ എല്ലാം മുറിക്കാൻ പറഞ്ഞു. ഇവിടെ എത്ര ഇടപെടൽ നടത്തി, നമ്മൾ സമരം നടത്തിയില്ല അങ്ങോട്ട്, എല്ലാവരും കൂടി മരം മുറിക്കുക പോലും ചെയ്തു. ഒരു മരം മുറിക്കുക പോലും ചെയ്തില്ലേ? സ്വാഭാവികമായിട്ട് എന്തുകൊണ്ടാണ് ഈ വനം വകുപ്പിനെ ആ നടപടി ചെയ്യാൻ കഴിയാതെ പോയെന്നറിയോ? കാരണം വനത്തിന്റെ അകത്ത് ഇവർക്ക് റൈറ്റ് ഉണ്ട്, മരത്തിന്റെ റൈറ്റ് ഇവർക്കുണ്ട്. തീർച്ചയായിട്ടും ഈ മരത്തിന്റെ അധികാരി എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആണ്. ഈ നിയമം കുരുങ്ങി കിടക്കുക. അതിനെ മറികടക്കാൻ ഈ ദുരന്ത നിർവ്വഹണ സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ കളക്ടർക്ക് അധികാരം ഉണ്ട്. അന്നത്തെ കളക്ടർ അധികാരം അങ്ങനെ എഴുതി, അന്നത്തെ കളക്ടർ എഴുതി. പക്ഷെ അത് ഇവിടെ DFO അംഗീകരിച്ചില്ല. ഈ DFO ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു കളക്ടറുടെ ഉത്തരവിനെ DFOയ്ക്ക് നിരസിക്കാൻ അങ്ങനെ അധികാരം യാതൊരു, അതായത് ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ എന്ന് പറയുന്നത് കോടതി പോലും, സുപ്രീം കോടതി പോലും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അത്രമാത്രം അധികാര പവർ ഉണ്ട് അവർക്ക്. ആ പവറാണ് ഈ കളക്ടർ അത് ഉപയോഗപ്പെടുത്തി. അങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ 283 മരത്തിന്റെ മുറി കഴിഞ്ഞിട്ട് ഈ 600 ചില്ലാന മരം അത് നമ്മുടെ റോഡ് വീതി കൂട്ടി പണിത് വന്നപ്പോൾ വീണ്ടും അപകടകരമായ മരങ്ങൾ കൂടുതൽ സൈഡിൽ വന്നു. തീർച്ചയായിട്ടും. അപ്പോ ഓരോന്നോരോന്ന് പിഴുതു തുടങ്ങി. അപ്പൊ ആ സാഹചര്യത്തിലാണ് 654 മരം മുറിക്കാൻ വേണ്ടിയിട്ട് കളക്ടർ ഉത്തരവിട്ടത്. ആ മരം മുറിക്കൽ തകൃതിയായി നടക്കുന്ന സമയത്തായിരുന്നു ഈ ഹർജി വരുന്നത്. സ്വാഭാവികമായി ഇതിനകത്ത് അപ്പൊ അതിന്റെ പിന്നിൽ വനം വകുപ്പിന് ഒരു ചെറിയ കൈ ഉണ്ട്. വനം വകുപ്പിന് കൈ കാണും. കാരണം ഈ വനം വകുപ്പിനകത്ത് ഒരു അന്താരാഷ്ട്ര ഇടപെടലുണ്ടല്ലോ. ഈ പരിസ്ഥിതി സംഘടനകൾ എത്രയോ 100-150 പരം പരിസ്ഥിതി സംഘടനകളുണ്ട് നമ്മുടെ നാട്ടില്. ഇതെല്ലാം കുറെയേറെ വനം വകുപ്പിനോട് അറിവുള്ളതാണ്. തീർച്ചയായിട്ടും അവർക്കതിൽ അറിവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ 31-ാം തീയതി നടന്ന ഒരു ബഹുജന പ്രക്ഷോഭത്തിൽ നിന്ന് എന്തുകൊണ്ടായിരിക്കും CPM അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുത്തത്? അതിന്റെ കാര്യം, മുഖ്യമന്ത്രി സ്ഥലത്ത് വന്നു. മുഖ്യമന്ത്രി സുഖലാഭരിക്കായിരുന്നല്ലോ ചികിത്സയ്ക്ക്. മുഖ്യമന്ത്രി വന്ന സാഹചര്യത്തിൽ CPM-ന്റെ സംസ്ഥാന ജില്ലാ നേതാക്കൾ മുഖ്യമന്ത്രിയായി ബന്ധപ്പെട്ടു. CV വർഗീസ് സഖാവ് അടക്കം, മണിയാശാനുണ്ടായിരുന്നു, ജയേന്ദ്ര സഖാവ്, അതുപോലെ അതുകൂടാതെ ഒരു തിരുവനന്തപുരത്ത് ഞങ്ങളുടെ പാർട്ടിയുടെ ശില്പശാല സംഘടിപ്പിച്ചിരിക്കുകയായിരുന്നു. ഈ സമയത്ത് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടു. അപ്പൊ ഞങ്ങൾ ഇടപെട്ടോളം മുഖ്യമന്ത്രി ഇടപെട്ടു. അപ്പൊ മുഖ്യമന്ത്രി ഇടപെട്ടപ്പോൾ തന്നെ മുഖ്യമന്ത്രി അതിൽ നടപടി സ്വീകരിച്ചു. അതായത് വനം വകുപ്പിന്റെ അഡ്വക്കേറ്റിനെ മാറ്റി സ്റ്റേറ്റ് അറ്റോർണിയെ ഏൽപ്പിച്ചു. മനോജ് എന്ന് പറയുന്ന അഡ്വക്കേറ്റിനെ ജനറലിനെ, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലിനെ കേസ് ഏൽപ്പിച്ചു. മറ്റേ ആൾക്ക് ഈ വനം വകുപ്പിനോട് എന്തോ ഒരു താല്പര്യം ഉണ്ടായി. അയാൾ ഈ പരിസ്ഥിതിയിലൊക്കെ ഒരാളാണ്, സ്വാഭാവികമായി ഉണ്ടാവും, നമുക്ക് പറയാൻ പറ്റത്തില്ല നമുക്ക്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഒരു ഗവൺമെന്റ് ഒരു നടപടി പെട്ടെന്ന് ചെയ്തില്ലേ? ആ നടപടി ചെയ്തു. കേസ് കോടതിയിൽ വന്നു. ചീഫ് സെക്രട്ടറി ഇന്നലെ അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് ഇടപെട്ട് ഈ കാര്യത്തിൽ ഇന്നലെ ഒരു ഗോപാലകൃഷ്ണ കുറുപ്പാണ് ഇടപെട്ടത്. അത് അഡ്വക്കേറ്റ് ജനറലാണ്. അഡ്വക്കേറ്റ് ജനറലാണ് അദ്ദേഹം ഇടപെട്ടത്. അദ്ദേഹം ഇടപെട്ടതോടുകൂടി കാര്യങ്ങൾക്ക് വലിയ മാറ്റം വന്നു. 21-ാം തീയതി റവന്യൂ വകുപ്പ്, വനം വകുപ്പ്, കളക്ടർ അടങ്ങുന്ന എല്ലാവരും അടങ്ങുന്ന ഒരു സത്യവാങ്മൂലം, ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ അടങ്ങുന്ന ഒരു സത്യവാങ്മൂലം കോടതിയിൽ ഏൽപ്പിക്കാൻ കോടതി കർശനമായി പറഞ്ഞിരിക്കുകയാണ്. ആ സത്യവാങ്മൂലം ചെല്ലുന്നതോടുകൂടി പ്രശ്നം തീരും. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കോടതി ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്നലെ, ഈ കഴിഞ്ഞ തവണ സബ്മിറ്റ് ചെയ്ത സത്യവാങ്മൂലത്തിൽ പിശകുണ്ടെന്ന്. അതുകൊണ്ട് അല്ല, അത് വേണ്ടത്ര കൂടിയാലോചന ഇല്ലാതെ കൊടുത്തു എന്നുള്ള ഒരു പ്രശ്നമുണ്ട് അതിനകത്ത്. അത് കൂടിയാലോചന ഇല്ല എന്ന് പറയുമ്പോൾ പൂർണ്ണമായി സ്റ്റേറ്റിന്റെ നിയന്ത്രണത്തിലുള്ള അല്ലല്ലോ വനം വകുപ്പിന്റെ എന്തെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടാവും അതിനകത്ത്. പിന്നെ ഇതിനകത്തൊരു അപകടം ക്ഷണിച്ചു വരുത്തി എന്താണെന്നറിയോ? ഈ നമ്മുടെ നേര്യമംഗലം പാലം പണിയുന്നതിന് വേണ്ടി കുറച്ച് സ്ഥലം വേണം.
0.95 ഹെക്ടർ 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 സ്ഥലം വേണം. എന്ന് പറയുമ്പോൾ ഒരേക്കർ ആ. ചെല്ലാനും വേണം. ഒരേക്കർ ചില്ലാനും വേണം. ഒരു 6-5 വളവ്, നമ്മുടെ ചാക്കോച്ചി വളവ് അടക്കമുള്ള 3-4 വളവുകൾ നിർത്താനുള്ള സ്ഥലം വേണം. അപ്പോൾ ഈ സ്ഥലത്തിന് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു? ആലുവ മൂന്നാർ റോഡെന്ന് പറയുന്നത് NH85 പൂർണ്ണമായി PWD റോഡാണ്. ആ PWD റോഡിനകത്ത് നിർമ്മാണം നടത്താൻ പരിവേഷ് പോർട്ടിൽ ആപ്ലിക്കേഷൻ കൊടുത്തു. വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കീഴിലുള്ളതാണ്. സ്വാഭാവികമായി വനത്തിനകത്ത് നിർമ്മാണം നടത്തുമ്പോൾ മാത്രമാണ് പരിവേഷ് പോർട്ടലിന്റെ അനുമതി ആവശ്യമുള്ളൂ. എന്നാൽ ഇവര് പരിവേഷ് പോർട്ടലിൽ ആപ്ലിക്കേഷൻ കൊടുത്തു. അത് ആ യോഗം എന്ന് പറയുന്നത് MP കൂടി പങ്കെടുത്ത NHAയുടെ യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ്. അതായത് MP കൂടി പങ്കെടുത്ത നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ യോഗ തീരുമാനപ്രകാരമാണ് പരിവേഷ് പോർട്ടൽ ആപ്ലിക്കേഷൻ കൊടുത്തത്. അങ്ങനെ കൊടുക്കുകയും 5,49,00,000 രൂപ കെട്ടിവെക്കാനും കെട്ടിവെക്കുകയും ചെയ്തവര്. ഈ പൈസ ആരാണ്? ദേശീയപാത അതോറിറ്റി അടയ്ക്കുന്നത്. ഒന്ന് ഈ കുറച്ച് മരത്തിന്റെ വരും, പിന്നെ ഈ വന്യജീവികളുടെ സുരക്ഷ, അതിനു വേണ്ടിയിട്ട് വാച്ചർമാരെയൊക്കെ നിയോഗിക്കുന്നത്, അതിന്റെ ചെലവുകൾ, അങ്ങനെ ഒരു ഇതിന്റെ ഒരു സംരക്ഷണവുമായി ബന്ധപ്പെട്ട 4-5 ഐറ്റം ഉണ്ട്. ഐറ്റങ്ങളായിട്ട് തിരിച്ചുകൊണ്ടാണ് പൈസ അടച്ചത്. അത് അടച്ചത് തെറ്റായി പോയി എന്നാണ് പറയുന്നത്. അത് അടയ്ക്കേണ്ട കാര്യമുണ്ടോ? PWD റോഡിനകത്ത് പൈസ അടയ്ക്കുന്നത് എന്തിനാണ്? ഈ വീതി കൂട്ടുന്ന വളവുകളിൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ 100 അടിയിൽ പെടുന്നതാണ്. അതെ, 100 അടി വരുന്നതാണ്. സ്വാഭാവികമായിട്ട് ആദ്യം അങ്ങനെ മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ മനസ്സിലായി നമുക്ക്. അപ്പൊ ഈ മരം ഒരുപക്ഷെ വനത്തിന്റേതാണ് എന്ന അവകാശവാദത്തിൽപ്പെട്ട മരത്തിന്റെ പൈസയായിട്ട് അവർ അടപ്പിച്ചോ? മരത്തിന്റെ പൈസ അടച്ചിട്ടുണ്ട്. 49 ലക്ഷം രൂപയാണ് മരത്തിന്റെയാണ്. അല്ല, ഈ റോഡ് നിലവിൽ ഈ നാഷണൽ ഹൈവേക്കകത്ത് നിലവിലുള്ള ഇപ്പോൾ അനുവദിച്ച വീതി ഉണ്ടല്ലോ, 10 മീറ്റർ. ഈ 10 മീറ്റർ വീതി ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലായില്ലേ ഇപ്പൊ? ഏതാ 10 മീറ്റർ വീതിക്ക് അതോറിറ്റി ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇവര് പരിവേഷ് പോർട്ടലിൽ പോയിട്ട് 9 വളവിന് പൈസ അടച്ചേ? അത് വളവ് നിർത്താനായിരിക്കും. അവിടെ ഏതായാലും എല്ലായിടത്തും വീതി ഇല്ലല്ലോ. അല്ല ഞാൻ പറഞ്ഞു 10 മീറ്റർ റോഡ് നിർമ്മിച്ചു പോകാലോ. അതിന് പ്രത്യേകം നമ്മൾ പൈസ അടക്കേണ്ട കാര്യമില്ല. നമ്മുടെ റോഡല്ലേ. തീർച്ചയായിട്ടും PWD റോഡിനകത്ത് വീണ്ടും പൈസ അടക്കേണ്ട കാര്യമുണ്ടോ? അടച്ചത് കൊണ്ട് എന്താണ് നമുക്ക് ദോഷം ഉണ്ടായത്? നമുക്ക് അതുകൊണ്ട് ദോഷം ഉണ്ടായതല്ല. ഈ പരിവേഷ് പോർട്ടൽ ആപ്ലിക്കേഷൻ കൊടുത്തതോടുകൂടി വനത്തിന്റെ പെർമിഷൻ ആവശ്യപ്പെട്ടല്ലോ. അപ്പൊ സ്വാഭാവികമായി വനത്തിലൂടെ വെട്ടുന്നതിനാണല്ലോ വനം വകുപ്പിന് പിടിയായി. അത് ശരിയാണ്. അപകടം പറ്റിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെ. അപ്പൊ ഇതിനിടയിൽ ഇന്നലത്തെ കോടതി വിധിയുമായി ബന്ധപ്പെട്ട പത്രവാർത്തയിൽ ഈ MP പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ 31 സമരത്തിന് ശേഷം പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചല്ലോ. അതാണ് ഇപ്പോൾ ഇതിന് കൂടുതൽ ചടുലതയുണ്ടാകാൻ കാരണം എന്ന് പത്രം പറയുന്നത് ശരിയാണ്? ഒരു ശരിയല്ല. കാരണം മുഖ്യമന്ത്രി ഇടപെട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അത് വ്യക്തമാണ് കാര്യങ്ങൾ. മുഖ്യമന്ത്രി വന്നപ്പോൾ തന്നെ വനം അഭിഭാഷകനെ മാറ്റി വേറെ അഡ്വക്കറ്റിനെ വെച്ചു. ചീഫ് സെക്രട്ടറിയോട് അടിയന്തരമായിട്ട് റിപ്പോർട്ട് നൽകാനുള്ള ഇടപെടൽ ചെയ്തു. പിന്നെ കോടതിയിൽ ഇരിക്കുന്ന കേസ് എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് പ്രഖ്യാപിക്കാൻ പറ്റില്ലല്ലോ. അത് ഈ MN ജയേന്ദ്രനെ സത്യത്തിൽ ഞാൻ അങ്ങോട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. MN ജയേന്ദ്രൻ ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വീക്ഷണം കാണും. അദ്ദേഹം ഒരു പാരിസ്ഥിതിക പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് ആ രംഗത്ത് താല്പര്യങ്ങൾ കാണും. പക്ഷേ ഈ കഴിഞ്ഞ തവണത്തെ 31 സമരത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ഒപ്പം തന്നെ CPI മാറി നിന്നു അല്ലേ? നിങ്ങൾ ഇടതുപക്ഷ കക്ഷികൾ മാറി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പരോക്ഷമായിട്ടെങ്കിലും ഒരു MN ജയേന്ദ്രനുള്ള ഒരു സപ്പോർട്ടായി ജനം വ്യാഖ്യാനിക്കില്ലേ? അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾ ഭരണതലത്തിൽ നന്നായി ഇടപെട്ട് കഴിയായിരുന്നു. ഭരണതലത്തിൽ നന്നായി ഇടപെടുകയും ഈ റോഡ് നിർമ്മിക്കാനുള്ള അനുവാദം തന്നതും കേരള മുഖ്യമന്ത്രിയുടെ ഇടപെടലാണല്ലോ. കാരണം ചീഫ് സെക്രട്ടറി ആണല്ലോ നമ്മൾ പണിതോളാൻ പറഞ്ഞത്. അത് ഈ പറയുന്ന സമരക്കാർ നിങ്ങളുടെ കൂട്ടത്തിൽ പോകുന്നവർക്കൊക്കെ ബോധ്യമുള്ളതല്ലേ? എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. പക്ഷെ ഇതിനകത്ത് എന്താണ്, ഈ പുനഃപരിശോധനാ ഹർജി വരികയും ഹൈക്കോടതി കേസ് കൈകാര്യം ചെയ്ത ഘട്ടത്തിലൊന്നും ഈ നാഷണൽ ഹൈവേ എന്ന് പറയുന്നതിന്റെ ഒരു ചുമതല MP-യുടെ നിയന്ത്രണം ഉണ്ട് അതിനകത്ത്. ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റ് PWD റോഡിനകത്ത് MLA-ക്ക് റൈറ്റ് ഉണ്ടല്ലോ. MP-ക്ക് റൈറ്റ് ഉണ്ടല്ലോ. MP നമ്മുടെ എല്ലാവരും MP ആണല്ലോ. സ്വാഭാവികമായി ഏതെങ്കിലും ഘട്ടത്തിൽ ഈ കേസിൽ കക്ഷി ചേരുകയോ ഇതിനകത്തൊരു നിലപാട് സ്വീകരിക്കുകയോ ഇതിനകത്ത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഇങ്ങനൊരു പ്രശ്നം വരികയാണ്, ഇത് അടിയന്തരമായി ഇടപെടണം എന്ന ഒരു കത്തോ ഒരു ഇടപെടലോ MP നടത്തിയിട്ടില്ലല്ലോ. അതൊരു യാഥാർത്ഥ്യമല്ലേ? അപ്പൊ ഇവരെന്താ ചെയ്യുന്നത്? അല്ല, അക്കാര്യത്തിൽ ഈ MP ഈ സമരവുമായി ബന്ധപ്പെട്ട് എപ്പോഴും, അല്ലെങ്കിൽ ഈ NH-മായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടല്ലോ. ഇടപെടുന്നുണ്ട്. പക്ഷേ ഒരു നിർണായക ഘട്ടത്തിൽ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരാൻ നിന്നില്ലല്ലോ. ഗവൺമെന്റ് ശ്രദ്ധയിൽ ഇങ്ങനെ MP ഇടപെട്ട് ഒരു സാഹചര്യം വന്നില്ല. പിന്നെ എന്താ 7-ാം തീയതി
ഈ കോടതിയുടെ വിധി വന്നു കഴിഞ്ഞപ്പോൾ MP ഒരു പത്രസമ്മേളനം നടത്തി വളരെ പെട്ടെന്ന് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. അതിന് ഈ സംഘടനകൾ എന്താ ചെയ്യുക, ഒരു ഞാൻ പറയുന്നത് ഗവൺമെന്റ് വിരുദ്ധമായി ഇപ്പം അവിടെ കോൺഗ്രസ്സുകാരടക്കം എല്ലാം കൂടി ഗവൺമെന്റിനെതിരെയാണ് മുദ്രാവാക്യം. കേരള ഗവൺമെന്റ് പണിയാൻ അനുവദിച്ച മുഖ്യമന്ത്രിക്ക് തെറി. എന്താ ന്യായം അതിനകത്ത്? കേന്ദ്ര ഗവൺമെന്റിനെതിരെയല്ല, കേന്ദ്രം ഒറ്റ ലക്ഷം വേണ്ടിയൊന്ന് നോക്കി അതിനകത്ത് എവിടെയെങ്കിലും ഇവരാരെങ്കിലും ഇതിനെപ്പറ്റി പറഞ്ഞു? ഇനി കേന്ദ്ര വന നിയമം കൊണ്ടുവന്നതിനെ പറ്റി പറഞ്ഞു, വന്യജീവി നിയമം കൊണ്ടുവന്ന് ജനങ്ങളെ ഉപദ്രവിക്കുന്നതിനെ പറ്റി ആരെങ്കിലും സംസാരിച്ചോ? ഇതൊന്നും സംസാരമില്ല. എല്ലാം സംസ്ഥാന ഗവൺമെന്റ് തലയിൽ. സംസ്ഥാന ഗവൺമെന്റ് നമ്മൾ കാണേണ്ടത് സ്റ്റേറ്റിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നന്നായി നാഷണൽ ഹൈവേ പണിത ഗവൺമെന്റ്. 5800 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് അങ്ങ് കെട്ടിവെച്ചിട്ടാണ് ഈ നാഷണൽ ഹൈവേയുടെ തീർച്ചയായിട്ടും അക്കാര്യത്തിലുള്ള സംശയമില്ല. എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റിനും അതാത് സ്റ്റേറ്റ് ഗവൺമെന്റിന് അനുസരിച്ചുള്ള വീതം ഉണ്ടല്ലോ, ആ വീതം കെട്ടിവേ ഞാൻ അതൊക്കെ നന്നായി യാതൊരു സംശയമില്ല. ഈ 1932 ഈ നിയമം, പ്രത്യേകിച്ച് നമ്മുടെ തിരുവിതാംകൂർ സർക്കാർ കൊണ്ടുവന്ന ഈ ഡീറിസർവ് ചെയ്ത ഭാഗം കോടതിയിൽ മറച്ചു വെച്ചു എന്നാണല്ലോ പത്രവാർത്തകൾ പറയുന്നത്. അത് മറച്ചു വെക്കേണ്ട ഒരു കാര്യമില്ലെന്നേ. പിന്നെ എന്തുകൊണ്ടായിരിക്കും കോടതി ഈ വനം, ഈ റോഡ് ഉൾപ്പെടെ വനമാണെന്നും എന്നൊക്കെ ഒരു ധാരണ കോടതിയെ ധരിപ്പിക്കാൻ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സത്യത്തില് അത് NHAയുടെ അഡ്വക്കേറ്റ് ഹാജരായില്ല. നാഷണൽ ഹൈവേക്ക് വേണ്ടി അഡ്വക്കേറ്റ് ഉണ്ടല്ലോ, ആ അഡ്വക്കേറ്റ് അവിടെ ഹാജരാവണ്ടേ? വനത്തിന്റെ മാത്രം അഡ്വക്കേറ്റാണ് ഹാജരായത്. അതാണ് അവിടെ സംഭവിച്ചത്. അപ്പൊ നമ്മുടെ വാദമുഖങ്ങൾ നിരത്ത് നമ്മുടെ റെക്കോർഡുകൾ കൊടുത്തില്ലല്ലോ അവിടെ. അപ്പൊ സ്വാഭാവികമായി പരിവേഷ് പോർട്ടലിൽ പോവുകയും വനത്തിന്റെ പെർമിഷൻ മേടിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ വനമായതുകൊണ്ടാണല്ലോ പെർമിഷൻ മേടിച്ചത് എന്ന നിലയിൽ ഇയാൾ നിലപാട് സ്വീകരിച്ചു. നിലവില് നന്നായിട്ട് കാര്യം അവിടെ ഇവിടെയൊക്കെ പണിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പണിക്ക് നിർമ്മാണങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾ. പക്ഷെ കേരളത്തിൽ മറ്റിടങ്ങളിൽ ഉണ്ടായ തൊഴിൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തടച്ചിലുകളോ അല്ലെങ്കിൽ കണ്ണീരുകളോ വീട് പോയതിന്റെ വിഷമങ്ങളോ ഒന്നും ഇവിടെ നമ്മൾ കാണുന്നില്ലായിരുന്നു. അതൊക്കെ എന്താ കാണാത്തതെന്ന് നമുക്കറിയില്ലായിരുന്നു. അതിനകത്തൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ പങ്ക് എങ്ങനെയാണോ എന്നതിനെ സംബന്ധിച്ചൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇപ്പോൾ ഈ 31-ാം തീയതിക്ക് ശേഷം അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ കോടതി വിധി വന്നതിന് ശേഷം ഈ കോൺട്രാക്ടർ പണി ഇട്ടിട്ട് പോയല്ലോ. കോൺട്രാക്ടർ ശരിക്കും പണി നിർത്താൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, പണി നിർത്താൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അവർക്ക് അവരുടെ പണികളിൽ ഇടപെടൽ ഉണ്ടായാൽ അവർ എന്ത് ചെയ്യും എന്നാണ് അവരുടെ ചോദ്യം. അതെ, പണി നിർത്തേണ്ട ഒരു കാര്യം ശരിക്കും ഇല്ല. അതായത് ഇവർക്ക് ഭയം, ഈ മരം മുറിച്ച് തന്നെ അവരുടെ പേരിൽ കേസ് എടുക്കുമോ എന്നുള്ള ഭയം ഉണ്ടായിരിക്കും. പക്ഷെ ഇതുവരെ കേസ് എടുത്തിട്ടില്ലല്ലോ. കോൺട്രാക്ടർ കേസ് എടുത്തിട്ടില്ല. അല്ല, മരം മുറിച്ചത് കളക്ടർ പറഞ്ഞിട്ടില്ല. മരം കളക്ടർ പറഞ്ഞില്ല മുറിച്ചത് തന്നെ. അത് അതിനുള്ള ഇപ്പൊ കോടതി ചോദിച്ചേക്കുന്നത് എന്താണ്? കളക്ടർക്ക് ഇങ്ങനെ ഉത്തരവിടാൻ അധികാരം ഉണ്ടോ? കളക്ടർക്ക് അധികാരമുണ്ട്. ഇപ്പൊ അധികാരം ഉണ്ടെന്ന് ചീഫ് സെക്രട്ടറി സത്യവാങ്മൂലം കൊടുക്കുമല്ലോ. അത് കൊടുക്കുന്നതോടെ ഈ പ്രശ്നം പരിഹരിക്കും. അപ്പൊ വളരെ എളുപ്പത്തിൽ ഞാൻ ഒന്ന് അതിനകത്ത് നമ്മൾ കാണേണ്ടത് എല്ലാം നമ്മൾ രാഷ്ട്രീയമായിട്ട് കാണാൻ വയ്യ. എന്നാൽ വളരെ സുതാര്യമായ ഒരു നിലപാടാണ് ഈ പ്രശ്നത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM സ്വീകരിച്ചത്. ഇപ്പം ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് ആ വിധി വന്നപ്പോൾ ഇവിടുന്ന് വർഗീസ് LDFിന്റെ നേതാക്കളും ഞങ്ങൾ LDFുകാർ മാത്രം പോയാൽ പോരെ? ഈ തീരുമാനം അവിടെ ഉണ്ടാവൂലോ? തീർച്ചയായിട്ടും ഉണ്ടാവൂലേ? അപ്പൊ ഞങ്ങൾ അതിന്റെ ചാമ്പ്യനായി നിന്നാ പോരെ? ഉണ്ടാവൂല. അവർ പുനഃപരിശോധന ഹർജിക്ക് പോവുകയും നമ്മുടെ ഈ നാഷണൽ ഹൈവേ എന്നേക്കുമായി അടയുമായിരുന്നു. അതിന് ഞങ്ങൾ പോയപ്പോൾ എന്താ, ഞങ്ങൾ വളരെ സുതാര്യമായിട്ട് പോയെ. ഇവരെല്ലാം കൂട്ടി ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോരെ. അപ്പൊ വളരെ സുതാര്യമായ ഒരു നിലപാട്. പക്ഷെ ഇവിടെ രാഷ്ട്രീയപരമായ ഒരു ആശയപരമായ ഒരു ഭിന്നതയ്ക്ക് സാധ്യത ഇല്ലായിരുന്നല്ലോ. ഇല്ല, എന്നിട്ടും മാറി നിന്നു. അതപ്പോ ഗവൺമെന്റ് നമുക്ക് ഇതിനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചാൽ പിന്നെ ഞങ്ങൾ അതിനകത്ത് എങ്ങനെ? ഞങ്ങൾ ഗവൺമെന്റ് നിൽക്കേണ്ട ഘട്ടത്തിൽ നിന്നിട്ടില്ലേ? ഇവിടുത്തെ ഭൂപ്രശ്നം വന്നപ്പോൾ ഗവൺമെന്റിനെ പ്രതികൂട്ടിലാക്കിക്കൊണ്ട് നിൽക്കുന്നവിടുത്തെ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ CPM നിൽക്കാനാവില്ല. എന്നാൽ ഞങ്ങൾ ചില ഘട്ടത്തിൽ നിന്നിട്ടില്ലേ? ഇവിടുത്തെ ഭൂപ്രശ്നങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ ഗവൺമെന്റ് നോക്കാതെ നിലപാട് സ്വീകരിച്ചിട്ടില്ലേ CPIM എന്നും ജനപക്ഷത്ത് തന്നെയാണ് നിൽക്കുന്നത്. ജനങ്ങൾക്കൊരു പ്രതിസന്ധി ഉണ്ടായാൽ ജനങ്ങളോടൊപ്പം ഞങ്ങൾ നിൽക്കും. ഈ പ്രശ്നത്തിലും ജനങ്ങളോടൊപ്പം നിന്ന് അതിന് പെർമിഷൻ മേടിച്ചവരാണ് ഞങ്ങൾ. ഞങ്ങൾ അത് മുഖ്യമന്ത്രി വന്നാൽ പരിഹരിക്കാവുന്ന ഒരു കേസേ ഉള്ളൂ എന്ന് വ്യക്തമായ ബോധ്യം അതിന്റെ നിയമോപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പരിഹരിക്കുമെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഇപ്പൊ 21-ാം തീയതി എന്തെങ്കിലും തീരുമാനമാകുമോ? അതോ വീണ്ടും നീട്ടിവെക്കാൻ സാധ്യതയുണ്ടോ? കുറവായിരിക്കും. തീരുമാനമാകാനാണ് സാധ്യത. കാരണം വളരെ ഗൗരവമായിട്ട് തന്നെയാണല്ലോ ഗവൺമെന്റ് ഇടപെട്ടേക്കുന്നത്. ഈ കോടതിയുടെ വിധി അല്ലെങ്കിൽ ഗവൺമെന്റ് മുഖ്യമന്ത്രിക്ക് ഇടപെടാൻ നേരത്തെ ഇടപെടുമായിരുന്നു. കോടതിയിലായതുകൊണ്ടാണ് നീണ്ടത്, ഇത്രയും നീണ്ടത്. കോടതി അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് നമ്മൾ ജനങ്ങളും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, അങ്ങ് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആണല്ലോ. ഒരു ഈ സത്യത്തിൽ നമുക്ക് തുറന്നു പറഞ്ഞാൽ ഈ
ജില്ലയെ തന്നെ ഒരു വനവൽകൃത ജില്ലയാക്കി മാറ്റുന്നതിന് എന്തെങ്കിലും ഗൂഢമായ ഉദ്ദേശം നമ്മുടെ ഗവൺമെന്റ് അല്ല, സംസ്ഥാന ഗവൺമെന്റ് അല്ല, മറ്റാർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ. ഇവിടെ നല്ല നല്ല കൂടെ ഉദ്ദേശമുണ്ട്. കാരണം ഇതിനകത്തൊരു അന്താരാഷ്ട്ര ലോബി ഇടപെടലൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു പക്ഷം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പറയാം, നമ്മൾ ഇവിടെ മാധവ് ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ കൊണ്ടുവന്നു. ഗാഡ്ഗിൽ റിപ്പോർട്ടൊക്കെ നമുക്ക് കടുത്ത എതിർപ്പുണ്ടാക്കിയ റിപ്പോർട്ടാണ്. അതിൻ്റെ പേരിൽ ഇവിടെ കോൺഗ്രസിന്റെ ഒരു MP തന്നെ ഈ നാട്ടിൽ പിന്നെ മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യം തന്നെ ഉണ്ടായ വിവാദം ഉണ്ടായി. അതിനകത്ത് ഗാഡ്ഗിലിനെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ പേരിൽ തീർച്ചയായിട്ടും സാമുദായിക ചേരിതിരിവുകൾ ഉണ്ടായി. ആളെ മത്സരിപ്പിക്കാൻ കഴിയാതായി, പാർട്ടിയിൽ ഭിന്നതയുണ്ടായി, പാർട്ടികളിൽ എത്രയോ പ്രശ്നങ്ങളുണ്ടായി. അതൊക്കെ ജനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കല്ലേ. അപ്പൊ ഒന്ന് ജയറാം രമേശ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ ഈ കാര്യത്തിലൊക്കെ വലിയ ദ്രോഹം ഇടുക്കിയോട് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്ന ഒരു സ്വർഗമാണ്. നമ്മുടെ വലിയ വികസന മുതലാളിത്ത രാജ്യങ്ങൾ, അമേരിക്ക, ജപ്പാൻ, ജർമ്മനി, ഇറ്റലി പോലുള്ള രാജ്യങ്ങളിലെ വൻ ഉരുക്ക് ഫാക്ടറികളടക്കം കാർബൺ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ രാജ്യങ്ങൾ തള്ളുന്നതിന്റെ ഒരു ശതമാനം പോലും നമ്മുടെ രാജ്യത്തുനിന്ന് ഈ അന്തരീക്ഷത്തെ മലിനപ്പെടുത്തുന്നില്ല. അപ്പൊ ഇതൊരു കണ്ണാണ്. ഇതിന്റെ പ്രസരിപ്പ്, അതായത് പശ്ചിമഘട്ടത്തിന്റെ പ്രസരിപ്പ് ന്യൂയോർക്കിൽ വരെ പ്രസ് ചെയ്യുന്നു എന്നാണ് ചില കണക്കുകളിലൊക്കെ പഠനങ്ങൾ പറയുന്നത്. അപ്പം വിദേശ രാജ്യങ്ങളിൽ, ജപ്പാനിൽ വരെ പ്രസരിപ്പുണ്ടാവുകയാണ് ഇതിന്റെ. അപ്പൊ ഇതൊരു കണ്ണാണ്. അപ്പൊ ഈ പച്ചപ്പ് ഇങ്ങനെ നിലനിർത്തണം. ഇപ്പൊ വിലക്ക് കിട്ടുമെങ്കിൽ ഇത് മൊത്തം മേടിക്കും ഇവര്. അതിനുള്ള ലോബികളുടെ ഇതിനകത്ത്. അപ്പൊ ഇടുക്കിയോടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പശ്ചിമഘട്ടത്തോടുള്ള ഒരു അമിതമായ ആഗ്രഹം മൂലം കുറേയേറെ NGO സംഘടനകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വികസന പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതവും തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. പശ്ചിമഘട്ടത്തിന്റെ ഈ കാലാവസ്ഥയെ നിയന്ത്രിക്കാനുള്ള പശ്ചിമഘട്ടങ്ങളുടെ ശേഷി, മഴ പെയ്യിക്കാനുള്ള ശേഷി, ജൈവ വൈവിധ്യം, അതിസമൃദ്ധമായ നീരൊഴുക്ക്, ഇതെല്ലാം കൂടി നോക്കുമ്പോൾ, അതുപോലെ തന്നെ ഈ ജീവജാലങ്ങളുടെ വ്യത്യാസങ്ങൾ, സവിശേഷത എല്ലാം കൂടി നോക്കുമ്പോൾ ഈ അന്താരാഷ്ട്ര ലോബിക്ക് കണ്ണുണ്ടാവും. ഇതൊരു സ്വർഗമാണ് ഇടുക്കി. അവർക്കറിയാം. കാരണം അവരുടെ രാജ്യത്തോ അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്തൊരു പച്ചപ്പാണ് ഇവിടെ, എന്തൊരു ഹരിതാഭയാണ്. ഇതൊക്കെ ശരിയാണ്. അവർ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ മെല്ലെ മെല്ലെ ഇടുക്കിയിൽ നിന്ന്, ഇപ്പൊ തന്നെ ഇടുക്കിയിൽ നിന്ന് ഒത്തിരി പലായനം നടക്കുന്നുണ്ട്. നമ്മൾ അത്ര അംഗീകൃത അനൗദ്യോഗികമായ കുടിയിറക്ക് നടക്കുന്നുണ്ട്. ഒത്തിരി പേര് ഇറങ്ങിപ്പോകുന്നുണ്ട്. നമുക്ക് പറയാനാവില്ല. പല പ്രദേശങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. താഴെയൊക്കെ സ്ഥലം കിട്ടാനുമുണ്ട്. അപ്പൊ ഈ ഒത്തിരി ആളുകൾ വിദേശത്തേക്ക് പോയിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ ഇവിടുന്ന് കുടിയിറങ്ങിയാലും സ്ഥലം കിട്ടാനുണ്ട്. അപ്പോൾ അങ്ങനെ ഇടുക്കിയെ ഒരു വനവൽകൃത മേഖലയാക്കി പ്രഖ്യാപിക്കാനും അങ്ങനെ പ്രഖ്യാപിക്കാൻ ഉദ്ദേശമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഉടൻ തന്നെ നമ്മുടെ രാത്രി യാത്രകളൊക്കെ നിരോധിക്കുമെന്ന് കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും കിംവദന്തി അങ്ങ് കേൾക്കുന്നുണ്ടോ? സാധ്യതയില്ല. വലിയ മഴ വന്ന ദിവസങ്ങളിലൊക്കെ, ചില ദിവസങ്ങളിലൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. മരങ്ങളൊക്കെ വീഴുന്ന ഒരു സാഹചര്യം നേരത്തെ കണ്ടു. ഇപ്പൊ വയനാട്ടില്, കർണാടകയിലൊക്കെയുള്ള മുത്തങ്ങ വഴിയിൽ രാത്രി നിരോധനമൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്ന പോലെ. ഇവിടെ കുറേയൂടെ കഴിയുമ്പോൾ അടുത്ത കാലത്ത് ആന ചിഹ്നം വിളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. 3 വരുന്നുണ്ട്. ഈ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഇടുക്കി ജില്ല രൂപാന്തരപ്പെടുമ്പോൾ 2 പാലമൊക്കെ വന്ന് കുറച്ചും കൂടി വീതിക്ക് റോഡൊക്കെ വരുമ്പോൾ സത്യത്തിൽ ഈ ആനയും പുലിയൊക്കെ വഴി സൈഡിൽ നിന്ന് ടൂറിസ്റ്റുകൾക്ക് കാണാനുള്ള അവരുടെ ഒരു വിഹാര രംഗമാക്കി മാറ്റണം എന്നൊക്കെ ഒരു ഗൂഢോദ്ദേശം ഉണ്ടോ ഇതിന്റെ പിന്നിൽ? അതൊക്കെ ഉണ്ടാവും, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ അങ്ങനെ ഒന്ന് നമ്മുടെ ലോകത്ത് കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ 52 സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം സ്പോട്ടായിട്ട് മൂന്നാർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 52 ഇടങ്ങളിൽ ഒന്ന് മൂന്നാറാണ്. അപ്പൊ പിന്നെ അത്ര കുറവല്ലല്ലോ, വലിയ സാധനമല്ലേ. അങ്ങനെയാണ് ഈ ടൂറിസത്തിന് വേണ്ടി മാത്രം പരിമിതപ്പെടുത്തുകയും ബാക്കിയുള്ള ജനങ്ങളുടെ കൃഷി ചെയ്യുന്ന ആളുകളും ഒക്കെ മെല്ലെ മെല്ലെ ഇറങ്ങിപ്പോകുന്നൊരു സംവിധാനത്തിലേക്ക് വരുമോന്നാണ്. പക്ഷെ അങ്ങനെയൊക്കെ ഒരു ആശങ്ക നമുക്ക് നിലനിൽക്കുമ്പോഴാണ്, അങ്ങേക്കറിയാലോ, ഈ നമ്മുടെ റോഡ് വികസനം, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ വാളറ നേര്യമംഗലം ഭാഗം. അവിടെ വീതി വേണം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. അപ്പൊ പാർട്ടി ആ കാര്യത്തിൽ ഇനിയൊരു സമരം ഉണ്ടായാൽ ഒന്നിച്ചു നിൽക്കുമെന്ന് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ചിന്ത നമ്മള് LDFന്റെ പുതിയ നമ്മൾ നടത്തി. നമ്മൾ ഈ കാര്യത്തില് കൂട്ടായി സമരം നടത്തിയിട്ടുണ്ട്. സ്വന്തമായി സമരം നടത്തുന്ന രീതി LDFനുണ്ട്, അല്ല CPMനുണ്ട്. അങ്ങയുടെ നേതൃത്വത്തിലല്ലേ കഴിഞ്ഞ ഈ സെപ്റ്റംബർ 2 ഇവിടുന്ന് പോയത്? ഇല്ലേ? കാര്യം CB ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അടിമാലിയിലെ ഇപ്പൊ CPM നേതൃത്വത്തിൽ ശ്രീ ചാണ്ടി P. അലക്സാണ്ടർ നേതൃത്വത്തിലാണല്ലോ ഇവിടുന്ന് ആളുകൾ കൊണ്ടുപോയത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു പെട്ടെന്ന് ആളുകൾക്കിടയിൽ പെട്ടെന്ന് ഒരു ചിന്താക്കുഴപ്പം ഉണ്ടായത്. ഇത്ര സജീവമായി പ്രശ്നത്തിൽ ഇടപെട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അടക്കം ഈ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ് പെട്ടെന്ന് പിന്നോക്കം പോയത്. അവിടെയാണ് ഈ ചർച്ച വന്നത്. ഞങ്ങൾ അങ്ങനെ പിന്നോക്കം ഇത്
ഒരു അഡീഷണൽ സെക്രട്ടറി എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറി എന്ന് പറയുന്ന ആള് വനം വകുപ്പിന്റെ പ്രതിനിധിയാണ്. അയാൾ വനം പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും വനത്തിന്റെ ഉദ്യോഗസ്ഥൻ എന്ന നിലയിലും പരിവേഷ് ഫോർട്ടിന്റെ ആപ്ലിക്കേഷൻ മേടിച്ച നിലയിലും ഇയാൾ അവിടെ വാദം ഉന്നയിച്ചു. അതാണ് സംഭവിച്ചത്. സ്വാഭാവികമായി നമ്മുടെ PWD രേഖയും എല്ലാം ഹാജരാക്കേണ്ട നാഷണൽ ഹൈവേയുടെ ഇതിനകത്ത് ഏറ്റവും പ്രധാന നാഷണൽ ഹൈവേയുടെ ഒരു ഉദ്യോഗസ്ഥൻ അതിന് ഹാജരാവണ്ടേ? ഒരു അഡ്വക്കേറ്റ് വക്കീൽ വന്നോ? ഈ കേസ് എന്തുകൊണ്ട് ഹാജരായില്ല? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതൊരു പ്രധാനപ്പെട്ട കേസല്ലേ. ആ നാഷണൽ ഹൈവേക്കെതിരെ ഹാജരാകാത്ത വക്കീലിനെതിരെ മിണ്ടുന്നില്ല, കേന്ദ്ര ഗവൺമെന്റിന് മിണ്ടുന്നില്ല. ഇതെല്ലാം സംസ്ഥാന ഗവൺമെന്റ് തലയെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം. അപ്പൊ തെരഞ്ഞെടുപ്പിനെ ലാക്കാക്കാൻ വേണ്ടി ഞാൻ പറയാം, കുറെ കോൺഗ്രസ് UDF പിന്തുണ കൊടുത്തു. ഞാൻ പറയട്ടെ, എന്ത് ധാർമ്മികതയാണ് UDFന് ഇടുക്കിയിലെ ജനങ്ങളോടും ഈ വഴിയോടും അതേപോലെ തന്നെ ഈ ഭൂമി പ്രശ്നത്തിലുള്ളതെന്ന് എനിക്ക് വലിയ ആശങ്കയുടെ കാര്യം. ഇവിടെ നമുക്കറിയാം 2018 നമ്മുടെ 18 പ്രളയകാലത്ത് നമ്മളിവിടെ നാഷണൽ ഹൈവേ ഈ നാഷണൽ ഹൈവേയുടെ പണി തന്നെ തുടങ്ങണമെന്നാ 2019 2018 നമ്മുടെ ജോയ്സ് ജോർജ് MP ആയിരിക്കുമ്പോഴാണ് ഇതൊരു പ്രത്യേകമായ ഒരു സ്കീമിൽ പെടുത്തി കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായി. നമ്മളിവിടെ 5-ാം മൈലില് വഴി പണിഞ്ഞ് JCB ഫോറസ്റ്റുകാരെ കസ്റ്റഡിയിലെടുത്തു. അവിടുത്തെ ജോലിക്കാരെ കസ്റ്റഡിയിലെടുത്തു, ഭായിമാരെ. ഞങ്ങൾ അവിടെ പോയി ഫോറസ്റ്റ് വണ്ടികൾ തടഞ്ഞിട്ടു. എത്രയോ വിവാദം ഉണ്ടായി. അന്ന് നമ്മുടെ ജില്ലാ സെക്രട്ടറി KK ജയേന്ദ്രനാണ്, മണിയാസാനും ജയേന്ദ്രൻ എല്ലാവരും അവിടെ വരികയും എല്ലാ പാർട്ടി ആളുകളെത്തി. ഞങ്ങൾ അവിടെ തടഞ്ഞില്ലേ? അപ്പൊ അന്ന് ആരാ ഗവൺമെന്റ്? അന്ന് കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാ. ജോയ്സ് ജോർജാണ്. അവിടെ പാഞ്ഞെത്തി. എത്ര പ്രശ്നം ഞാൻ ചോദിക്കാം. ഒരു കാര്യം കൂടെ എടുക്ക്. റോഡിനോടുള്ള ഒരു കാര്യം പറയുമ്പോ ഈ മലയോര ഹൈവേ, നമ്മുടെ മലയോര ഹൈവേ 1224 കിലോമീറ്റർ നീളമാണ്. അത് 6-ാം മൈൽ വരുമ്പോൾ എളമ്പളശ്ശേരി, കുറത്തിക്കുടി, പെരുമ്പംകുത്ത്, മാങ്കുളം വഴിയാണ് വരുന്നത്. സ്വാഭാവികമായി മാങ്കുളത്തെ ജനത, പെരുമ്പംകുത്തിലെ ജനങ്ങൾക്ക് എത്ര പെട്ടെന്ന് കോതമംഗലത്തും ആശുപത്രിയിൽ എത്താൻ പറ്റുമെന്നറിയും. ഇവിടെ അത് പണിത് PWD പണിതാണ്. ആ PWD പണിത റോഡ് തോട്ട വെച്ച് രാത്രിക്ക് രാത്രി പൊളിച്ച്, അന്ന് ആരാ വനമന്ത്രി? തിരുവഞ്ചൂർ രാധാകൃഷ്ണ വനമന്ത്രി, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി. ആ തോട്ട വെച്ച് പൊളിച്ച റോഡ് ഇന്നും ശരിയാക്കാൻ അവര് കുറെ നാളുകൾ ഭരിച്ചു. നമുക്ക് കഴിഞ്ഞ വനത്തിനകത്ത് നിസ്സാര കാര്യമാണ്. ഇപ്പം വനനിയമം അതിനൊക്കെ ബാധകമാണല്ലോ. കഴിഞ്ഞില്ലല്ലോ. സ്വാഭാവികമായ തോട്ട വെച്ച് അത് പൊളിക്കാതിരുന്നെങ്കിൽ ആ കുറച്ചുകൂടി വരെ സുഖമായിട്ട് പോകായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടി വരെ പഴയ പാത ഉണ്ടായിരുന്നെങ്കിൽ അത് മതിയായിരുന്നു. അതിപ്പോ വനമാണെന്നാണല്ലോ വനം വകുപ്പ് പറയണേ. പാത മുഴുവൻ വനമായിട്ട് പ്രഖ്യാപിക്കുക എന്നാണല്ലോ അവരുടെ നയം. ഞാൻ അങ്ങോട്ട് വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് എങ്കിൽ പോലും MN ജയേന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഗോത്രഭേരി എന്ന് പറയുന്ന സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയിൽ ഈ MN ജയേന്ദ്രൻ പ്രസംഗിക്കുന്നുണ്ട്. അത് ഒരു പരിസ്ഥിതി പ്രവർത്തകൻ എന്നാൽ അദ്ദേഹത്തിന് പ്രസംഗിക്കാം, ആ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഔദ്യോഗികമായി മന്ത്രിയോടൊപ്പം, വനം മന്ത്രിയോടൊപ്പം അദ്ദേഹം പ്രസംഗിക്കുന്നത് ഗോത്രഫേരി അദ്ദേഹത്തിന്റെ ഒരു ആശയമാണെന്നും പറയപ്പെടുന്നുണ്ട്. ഗോത്രഫേരി എന്ന് പറയുന്നത് ഈ ആദിവാസികളുടെ അറിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വന്യമൃഗ ശല്യങ്ങളിൽ നിന്ന് ഇതാണ്. അപ്പോൾ അവിടെ ഒക്കെ എന്തൊക്കെയോ ഒരു സ്വാധീനം ഈ ജയേന്ദ്രനുണ്ടോ ഈ വനമേഖലയിൽ? ഈ അങ്ങനെ ചിലപ്പോൾ ആശയം കാണുമായിരിക്കില്ല എന്നൊക്കെ പറയാൻ പറ്റത്തില്ല. എന്നാൽ ഈ ആശയം ഉണ്ടല്ലോ, ആദിവാസികളുടെ അറിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ആശയം എന്ന വിഷയം ഞങ്ങൾ നവ ഇടുക്കി എന്ന് പറഞ്ഞ ഒരു പരിപാടി സംഘടിപ്പിച്ചായിരുന്നു. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന നവ ഇടുക്കി ഒന്ന് പീരുമേട്ടിൽ സംഘടിപ്പിച്ചു. അവിടെ കുട്ടിക്കാനം മരിയൻ കോളേജിൽ അന്ന് തോമസ് ഐസക് സാറൊക്കെ വന്ന് പ്ലാനിങ് ബോർഡ് അംഗങ്ങളൊക്കെ പങ്കെടുത്താണ്. വിദഗ്ധരായ ഒട്ടേറെ ആളുകൾ പങ്കെടുത്തു. അതിനകത്ത് ഈ ആദിവാസികളുടെ അറിവിനെ അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യമായ അറിവിനെ ഉപയോഗപ്പെടുത്താനാണ്. അതിനുശേഷം വിവിധ സെക്ഷനുകളായിട്ടാണ് നടന്നത്. അപ്പൊ അതിനുശേഷം അതിന്റെ തുടർച്ച എന്ന നിലയിൽ പ്ലാനിംഗ് ബോർഡ് ഉദ്യോഗസ്ഥന്മാരും വിദഗ്ധരും എല്ലാം പങ്കെടുക്കുന്ന ഇവിടെ കാൽവരി മൗണ്ടിൽ കഴിഞ്ഞ മാസം 12-ാം തീയതി നടന്നു. കാൽവരി മൗണ്ടിൽ നടന്ന പരിപാടിയിൽ ഈ വനം വന്യജീവി ആ സെക്ഷനിൽ ഞാനടക്കം പങ്കെടുത്തത്. അവിടെ പങ്കെടുത്ത ചില ആദിവാസി സുഹൃത്തുക്കൾ അവർ ഉയർത്തിക്കൊണ്ടുവന്ന ആശയങ്ങളാണ്. അതായത് ഞങ്ങളുടെ ഊരുകളിലുള്ള ചില മൂപ്പന്മാരോ ചില ആളുകളോ പ്രത്യേക രീതിയിൽ പറഞ്ഞാൽ കാട്ടാന മാറിപ്പോകും. അപ്പൊ അവരുടെ ചില അറിവുകളെ പറ്റി അവിടെ ചർച്ച ചെയ്യപ്പെട്ടു. അത് ചില അന്ധവിശ്വാസങ്ങളായിരിക്കുമോ? അന്ധവിശ്വാസങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോഴേ എന്തെങ്കിലും ചില വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ കടുവയ്ക്ക് വേണ്ടി ഒരു വാക്ക്, ആനയ്ക്ക് വേണ്ടി ഒരു വാക്ക്, അല്ലാതെ വാക്കുകൾ മൂപ്പൻ പറയുമ്പോൾ ആന തിരിച്ചു പോകുന്നൊക്കെ അവർ പറയുന്നത്. അത് ശരിയാണ്. എന്നറിയോ,
എൻ്റെ നേരിട്ട് അനുഭവമുണ്ട്. അപ്പം ഉവ്വ. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ നമ്മുടെ ഈ പൊന്നാങ്കണ്ട ഞാൻ ഈ വില്ലുംപിടിക്ക് താമസിക്കുന്നത് ഉവ്വ. അന്ന്. ഉവ്വ. അപ്പോൾ ഞങ്ങൾ മലയിൽ പോകും വിറക് ശേഖരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഒരു അച്ഛനുണ്ട്, ആൻ്റണി എന്ന് പറയും. എൻ്റെ അപ്പച്ചൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അദ്ദേഹം ഈ എത്ര ആന നിന്നാലും അത് ഞാൻ നേരിട്ട് കാണുകയാണ്. എന്നാലും ഈ മക്കളെ അങ്ങ് മാറുമെന്ന് പറഞ്ഞാൽ ഇതങ്ങ് മാറിപ്പോവുക. അതുപോലെ ഒരു നമ്മുടെ ഒരു ഈ ഇവിടെ ഞാൻ പേര് വിട്ടുപോയി, പൗലോസേട്ടൻ, നമ്മുടെ മില്ലും പിടിക്കുന്ന പൗലോസേട്ടനുണ്ട്. ഈ പൗലോസേട്ടൻ ആന ഓടിക്കും. നമ്മുടെ കുറത്തുകൂടിയിലെ കാണി മാരി മരിച്ചുപോയി. മാരി മൊച്ചയിട്ടാൽ ആന മാറിപ്പോവും. അങ്ങനെ അത് ചില അല്ല, അത്തരം വലിയ ഒരു പവർ ആ, ചില ആളുകളിൽ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് അത് ഉണ്ടല്ലോ, ഉണ്ട്. ചില ആളുകളിലുണ്ട്, ആളുകളെ നോക്കിയിരുത്താനൊക്കെ ശേഷിയുള്ള ആളുകൾ. അപ്പോൾ നോക്കുമർമ്മൊക്കെ അറിയാവുന്ന ആളുകൾ അങ്ങനെയൊക്കെ ഉള്ള എണ്ണം പറയപ്പെടുന്നുണ്ട്. അതുണ്ട്, അതിനകത്ത് അതുണ്ട്. വസ്തുത എത്ര ഉണ്ടെന്ന് അറിയില്ലെങ്കിൽ പോലും. ഏതായാലും ഗോത്രഫേരിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടക്കുന്നുണ്ട്. അതിലും ഉണ്ടാവും. ഇദ്ദേഹത്തിന് വലിയ അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിൽ ഉം. ഇദ്ദേഹത്തിന് നല്ല റോൾ ഉണ്ടായിരുന്നു. ഉം. ഈ ജയന് ഇനിയിപ്പോ അയാള് സെൻട്രൽ ഗവൺമെന്റിന്റെ ഏതെങ്കിലും കമ്മിറ്റികൾ അങ്ങനെ ആ അങ്ങനെ ഭാഗമായിട്ടുണ്ടോ നോമിനിയായി അറിയില്ല. വന്നതാണോ എന്നൊന്നും നോമിനികളായി വന്നോ നമുക്ക് അറിയില്ല. അറിയാൻ പറ്റൂല. അത് തന്നെയല്ല, അദ്ദേഹം സംസ്ഥാന ഗവൺമെന്റ് അങ്ങനെ ക്ഷണിക്കാൻ സാധ്യതയില്ല. അദ്ദേഹം അങ്ങ് പറഞ്ഞതിനകത്തൊരു ശരിയുണ്ട്. ആ. കാരണം വെച്ചാൽ അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഈ പരിസ്ഥിതി സംഘടനകളുടെ വലിയ ആളാണ്. റെപ്രസെന്റ് ചെയ്യുന്ന അതെ, ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ വരാം. അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ ഗോത്രഫേരി അതൊരു പുതിയ ആശയമാണല്ലോ. അതെ. പുതിയ ആശയവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരാൻ കഴിയുന്നതാണ്. ഈ ഗോത്രഫേരി കേരളത്തിൽ നടപ്പാക്കാൻ തീരുമാനമായോ? അതിന്റെ വിശദവിവരം എനിക്ക് അറിയില്ല. അറിയില്ല. സംബന്ധിച്ച്. അതിന്റെ ഞാൻ സംസ്ഥാനതല മനസ്സിലാക്കി. ഉദ്ഘാടനം മാത്രമേ ആ, കഴിഞ്ഞിട്ടുള്ളൂ. ഏതായാലും അതിന്റെ ചർച്ച എല്ലാ ജില്ലയും കേന്ദ്രീകരിച്ച് നടന്നു. നടന്നു. അതാണല്ലോ അങ്ങ് പങ്കെടുത്തു എന്ന് പറഞ്ഞു. അതെ. അത് ശരി. അല്ല, ചർച്ച നടന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആശയം കൊണ്ടുവന്നാണ്. ഗോത്രഫേരിയുടെ പേര് കൊണ്ടുവന്നല്ല അത്. അതിൽ പങ്കെടുത്ത ചില ആളുകൾ, നമ്മുടെ ആദിവാസി ഉന്നതികളിൽ നിന്ന് വന്ന് പങ്കെടുത്തവര് അവര് ആശയമായിട്ട് ഉന്നയിച്ചു, ഇങ്ങനെ ആദിവാസികളുടെ അറിവ് ഉപയോഗപ്പെടുത്തിയാൽ കുറെ പരിഹരിക്കാൻ കഴിയും എന്നൊക്കെ. നമ്മുടെ സമയം അവസാനിക്കുകയാണ്. അതുകൊണ്ടാണ് ഒറ്റ കാര്യം കൊണ്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഈ ഇപ്പൊ കാട്ടുപന്നികളെ വെടിവെക്കണം, അതിന് ഉത്തരവ് തരാൻ പറഞ്ഞിട്ട് ഗവൺമെന്റ് കത്തെഴുതി കേന്ദ്ര ഗവൺമെന്റിന്. നമുക്ക് നിരാശാജനകമാണ് മറുപടി. തൊടാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമല്ലേ. അതിന് ക്ഷുദ്രജീവിയായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചാൽ മതി. ഈ ഗവൺമെന്റ് അല്ല, അവര് പ്രഖ്യാപിച്ചു തന്നെ. അതും എഴുതി കൊടുത്തു, സമ്മതിക്കുന്നില്ല. ഒന്നും ഇത് മനുഷ്യനെ ആക്രമിക്കുന്നതിനെ വെടിവെച്ച് കൊല്ലാൻ. അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, ചില പഞ്ചായത്ത് പ്രസിഡന്റുമാർ ധൈര്യപൂർവ്വം ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതെന്തായിരിക്കും? അധികാരമുണ്ട്. അധികാരമുണ്ട്. അപ്പൊ ലൈസൻസ് ഉള്ള തോക്ക് വേണം. ലൈസൻസ് ഉള്ള തോക്ക് കിട്ടാനുണ്ടല്ലോ. ഉണ്ട്. അങ്ങനെ ഉപയോഗപ്പെടുത്താം. അങ്ങനെ ഉപയോഗപ്പെടുത്തിയ നിരവധി പഞ്ചായത്ത് പ്രസിഡന്റുമാർ നമ്മുടെ നാട്ടിലുണ്ട്. അല്ല, അവർക്കെതിരെ വനംവകുപ്പ് കേസ് എടുക്കും, എടുക്കില്ല, എടുത്തില്ല എന്നൊക്കെ ഇങ്ങനെ കേൾക്കണ്ട. അതിന്റെയൊക്കെ വാസ്തവത്തിൽ പിന്നീട് നമ്മൾ വാർത്തകളിൽ അറിയുന്നില്ല. അതൊക്കെ നിയമപരമായി അവർക്ക് അധികാരം കൊടുത്തിരിക്കുന്നു. ആ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പൊ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് കേട്ടു. അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇല്ല. അപ്പൊ അത്തരം വന്യജീവിയുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടേറെ സംഘർഷങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് ആദിവാസികൾ ഉൾപ്പെടെ ഇപ്പൊ ഗോത്രഫേരി നടപ്പാക്കുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം, കണ്ണനായാലും രാധയായാലും ഇല്ലേ, ഇങ്ങനെ പേരുകളിലൊക്കെ അറിയപ്പെടുന്നവർ ഇപ്പൊ കടുവ തിന്നും, അതുപോലെ തന്നെ ആന ചവിട്ടിയും ഒക്കെ ആദിവാസികൾ ഒത്തിരി പേര് മരിക്കുന്നുണ്ട്. നമ്മുടെ ഈ മേഖലയിലെ ശല്യം, ആനയുടെ ശല്യം വന്നതിൽ ഏറ്റവും പ്രധാനമായി ഞാൻ കാണുന്നുണ്ടെന്നറിയും, ഈ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റിന് വേണ്ടി ഈറ്റ വെട്ടിക്കൊണ്ടുണ്ട് അവിടുന്ന്. ബാമ്പു കോർപ്പറേഷന് വേണ്ടി ഈറ്റ വെട്ടുക. അങ്ങ് അതിന്റെ ചെയർമാൻ കൂടിയാണ്. അതെ. ഒരു 10,000-20,000 ടൺ ഈറ്റ ഒരു വർഷം വെട്ടിപ്പോവും. ഈറ്റ വെട്ടിപ്പോകുന്നതാണ്. അപ്പൊ പുതിയ കാഞ്ഞി വരും. അപ്പൊ ആനയ്ക്ക് നല്ല തീറ്റയുണ്ട്, സ്വാഭാവികമായി കാട്ടിൽ തന്നെ ഒതുങ്ങിക്കോളും. പക്ഷെ ഇപ്പൊ എന്താ സ്ഥിതി? ഈറ്റ വെട്ടുന്നില്ല. അത് വനംവകുപ്പ് തടഞ്ഞേക്കുവാണ്. വനംവകുപ്പ് അത് തടഞ്ഞിരിക്കുന്ന എന്താ, ഫോറസ്റ്റ് ആക്ഷൻ പ്ലാനിൽ ഇല്ല. ഇവര് കണ്ടുപിടിച്ചതെന്ന് പറയും, 3 വർഷം കൂടുമ്പോഴേ ഒരു കൂപ്പ് ഫെല്ല് ചെയ്യാമെന്നാണ് ഇവരുടെ നിയമം. സത്യത്തിൽ എല്ലാ വർഷവും വിട്ടേ ഇഷ്ടം പോലെ ഈറ്റ ഉണ്ടാവുമെന്ന് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഈ വെള്ളൂർ ന്യൂസ് പ്രിന്റ് പോലുള്ള ഫാക്ടറികളെല്ലാം ഇപ്പൊ വെറുതെ കിടക്കുകയാണ്. വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറി മറ്റേ കോൺഗ്രസ് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനം പൂട്ടി കഴിഞ്ഞപ്പോൾ ഇത് ഇവര് സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി നീക്കം നടത്തി. കേരള ഗവൺമെന്റ് അത് വിലക്ക് മേടിച്ചിട്ട് KPL, ഇപ്പോഴത്തെ നമ്മുടെ പേര് മാറ്റി KPL ആയിട്ട് കേരള ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനമാണ്. നമ്മുടെ മുഖ്യമന്ത്രിയും അതുപോലെ നമ്മുടെ വ്യവസായ മന്ത്രി P. രാജീവ് അദ്ദേഹം വളരെ താല്പര്യം എടുത്ത് ആ സ്ഥാപനത്തെ ഇപ്പോ പുനർജീവിപ്പിച്ച് പത്രം അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈറ്റ അവിടെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ നേരിടുന്ന ദൗർലഭ്യമാണ്, ഈറ്റ ക്ഷാമമാണ്. ഓക്കെ. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിൽ. പ്രത്യേകിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ച് ഈ സമരത്തിൽ നിന്ന് പിന്മാറി നിന്നത് എന്നതിനെ സംബന്ധിച്ചൊക്കെ ഒരു സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് തന്നതിനും ഈ ചർച്ചയിൽ പങ്കെടുത്തതിനും തീർച്ചയായിട്ടും വളരെയേറെ നന്ദിയുണ്ട്. ചർച്ച അവസാനിക്കുമ്പോൾ കാര്യമാത്ര
പ്രസക്തമായ പ്രശ്നങ്ങളൊന്നും ഇതിൻ്റെ പിന്നിലില്ല. ചില ചെറിയ ചെറിയ ഈഗോകൾ എന്നേ നമുക്ക് മനസ്സിലാക്കാനുള്ളൂ. എല്ലാവരും ഒന്നിച്ചു നിൽക്കുക തന്നെ വേണമെന്ന കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ശങ്കയില്ല, സംശയമില്ല. ഇത് ജനങ്ങളുടെ പ്രശ്നമാണ്. ജനങ്ങൾ സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതെ ബുദ്ധിമുട്ടേണ്ടി വന്നാൽ നിസ്സാര അസ്വാതന്ത്ര്യമല്ല അനുഭവിക്കേണ്ടി വരിക. തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം. ഏതായാലും 21-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് പരിഗണിക്കാനിരിക്കുകയാണ്. നമുക്ക് പ്രതീക്ഷിക്കാം, പ്രത്യാശിക്കാം. നന്ദി, നമസ്കാരം.